ഹായ് എവ്രി വൺ, വെൽക്കം ടു ട്രിപ്സ് ആൻഡ് ട്രീറ്റ്സ്. ഇന്ന് വ്ളോഗോ റെസിപ്പി ആയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പകരം ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള ബ്ലാക്ക് ഹെന്നയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഹെന്ന ഇട്ട് നോക്കിയിട്ട് എനിക്ക് 100% റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിലവർക്ക് ഈ ഒരു കളർ ഇഷ്ടമാവും, ചിലർക്ക് അത്ര ഇഷ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടമാണ് കേട്ടോ. കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഗോൾഡിൻ്റെ ബ്ലാക്ക് ഹെന്നയാണ്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെയും നാട്ടിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ മുടി ഡൈ ചെയ്യാനൊക്കെ എടുക്കുന്ന ആ ഒരു ഹെന്ന തന്നെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു നാട്ടിലിത് 10-12 രൂപൻ്റെ ഉള്ളിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സാഷേ ആയിട്ട് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും ഇത് സാഷേ ആയിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പുറത്തുള്ള പാക്ക് നമ്മളൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറൊരു പാക്ക് ഉണ്ട് കേട്ടോ. പിന്നെയും അതിൻ്റെ അകത്തൊരു കുഞ്ഞ് പാക്ക് ഉണ്ട്. അതിലാണ് ഈ ഒരു ഹെന്ന പൗഡർ ഇരിക്കുന്നത്. ഇവിടെ ഏകദേശം 3 ദിർഹംസ് ആണെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്ത് നോക്കി. അതിന് ശേഷം കേട്ടോ എനിക്കൊരു റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ പിന്നെ എടുത്തത്. വളരെ കുറച്ച് പൊടി മതി കേട്ടോ നമുക്ക് നഖത്തിലൊന്ന് ഇടാനായിട്ട്. കട്ടിയിലിടേണ്ട കാര്യമൊന്നുമില്ല. വളരെ നേരിയ ഇതിലിട്ടാൽ പോലും നല്ല കളർ കിട്ടും. അതിനുശേഷം കുറച്ചായിട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 തുള്ളി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്നും കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വെള്ളമൊക്കെ മിക്സ് ചെയ്ത് എടുത്തപ്പോൾ സാധാരണ നമ്മുടെ മൈലാഞ്ചിയുടെ ഒക്കെ ഒരു കളർ ഉണ്ടല്ലോ, അത് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി നമുക്ക് പെട്ടെന്ന് നഖത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ കുറച്ചൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ വീണ്ടും ഇടുന്നത്. ഇപ്പോൾ ഞാൻ ഒരാഴ്ച ആയിട്ടുണ്ടാവും ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ നഖത്തിലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടുമ്പോൾ നമ്മൾ സൈഡിലുള്ള സ്കിന്നിലൊന്നും ആവാതെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയായിട്ട് കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് സൈഡിലൊന്നും ആവാതെ ഇടാൻ ശ്രമിക്കുക. സൈഡിലൊക്കെ ആയിട്ട് കാണുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിട്ടപ്പോൾ കുറച്ചൊക്കെ ഒന്ന് പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഈ ക്യാമറ ഒക്കെ നോക്കി ഇടുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിടുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ നഖത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും കേട്ടോ. കുറേ ടൈമൊന്നും എടുക്കില്ല. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി കിട്ടും. ഇനി ഞാൻ മോളുടെ കയ്യിലും കൂടെ ഒന്ന് ഇട്ടത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി കളറിൻ്റെ ആ ഒരു ഡിഫറൻസ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മോള് ഇട്ട് തരുമോ പറഞ്ഞിട്ട് വന്നത്. അപ്പോൾ ഞാൻ അവളുടെ നഖത്തിലും കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു കളറിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മോളുടെ നഖത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഞങ്ങൾ രണ്ടാളും ഇട്ടിട്ട് കൂടി മൈലാഞ്ചി ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഹെന്ന ഈ ഒരു പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിട്ട് പിന്നെ റീയൂസ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഇടാനുള്ള ആവശ്യത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. പത്ത് മിനിറ്റിന് ശേഷം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കൈ വെച്ചിട്ട് തന്നെ അടുത്തിക്കളയാം. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് അടർത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കഴുകിയിട്ടിരിക്കുന്നത്. നല്ല പിഗ്മെൻറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാ മോളുടെ നഖത്തിലും നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഫസ്റ്റ് ടൈം ആണല്ലോ ഇട്ടത്, എങ്കിൽ പോലും നല്ല കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും.
പിന്നെ ഈ ഒരു സെയിം ഹെന്ന ഞാൻ ഒരാഴ്ച മുന്നേ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഈ കളറ് ഇങ്ങനെ കുറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. അല്ലാതെ ഇങ്ങനെ അടർന്നു പോകുന്നൊന്നുമില്ല. മൈലാഞ്ചി ഇങ്ങനെ കയ്യിൽ നിന്ന് അടർന്നു പോകുന്നൊന്നുമില്ല. ഇങ്ങനെ കളറ് സാധാരണ നമ്മൾ മൈലാഞ്ചി ഇടുമ്പോൾ ഉള്ള പോലെ തന്നെ ഇങ്ങനെ കുറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ ശർക്കര മൈലാഞ്ചിയുടെ അത്രയൊന്നും കളർ ലാസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഒരാഴ്ച ആകുമ്പോഴേക്കും തന്നെ കളർ ഫെയ്ഡായി വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളർ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇടാനൊക്കെ പറ്റും. അപ്പോൾ അത് പറ്റുന്നവർ എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറ്റുന്നവരൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലർക്ക് ചുമപ്പ് കളറാവട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവർക്കും ഈ ഒരു കറുപ്പ് നിറം ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ എനിക്ക് എന്തോ നല്ല ഇഷ്ടം തോന്നി കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റെസിപ്പിയോ വ്ളോഗായിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ.